ഇതാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മുമ്പ് പറഞ്ഞ പ്രകാരം ചെറിയ ന്യൂറോണായിട്ടും അത് സ്ട്രോങ് ബോണ്ടായിട്ടും അത് റിട്രൈവലായിട്ട് നിങ്ങളുടെ ഫ്രണ്ടൽ കോർട്ടക്സിലേക്ക് വരികയും ചെയ്യും. ഏത് ക്വസ്റ്റ്യനും ഏത് സമയം നിങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. സോ പഠന സമയത്ത് മനുഷ്യന്റെ തലച്ചോറ് നടക്കുന്ന 4 സ്റ്റെപ്പുകളാണ് ആക്ച്വലി എൻകോഡിങ്ങും അതുപോലെ തന്നെ കൺസോൾട്ടേഷൻ ആൻഡ് റിട്രൈവൽ ആൻഡ് ഫോക്കസ് ആൻഡ് അറ്റൻഷൻ. ഇവിടെ എൻകോഡിങ് എന്ന് പറയുമ്പോൾ നാം പഠിക്കുന്ന പുതിയ അറിവിനെ അതൊരു മെമ്മറി ആയിട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു കൺവേർഷൻ പ്രോസസ്സാണ് മെമ്മറി എന്നുള്ളത്. അപ്പൊ ഈ കൺവേർഷനെ എത്രത്തോളം സ്പീഡാക്കാൻ പറ്റുമോ ആ പ്രവർത്തികൾ ചെയ്യുന്നതോട് കൂടിയിട്ട് എൻകോഡിങ് പ്രോസസ്സ് 100% നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ ടിപ്പുകൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൺവേർഷനെ ത്വരിതപ്പെടുത്തുന്ന ടിപ്പുകൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഒന്നാമതായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇവിടെ വേർഡ്സ് ആണ്. നിങ്ങൾ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വേർഡ്സുമായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഏതെങ്കിലും വാക്കിനെ കൺവേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുമായി റിലേറ്റഡ് ആക്കാൻ വേണ്ടി സാധിക്കും. അതായത് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മേ ബി ഈ വാഹനങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും. സോ അവർ പഠിക്കുന്ന ചില വാക്കുകൾ ഏതെങ്കിലും വാഹനത്തിനോട് സാമ്യപ്പെടുമെങ്കിൽ അതിലേക്ക് റിലേറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പെൺകുട്ടികളാണെന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും മേക്കപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഭാഗത്തേക്കായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കല്, അതുമായിട്ട് കണക്ഷൻ കൊടുക്കുക. ഇനി രണ്ടാമതായിട്ടുള്ളത് മൈൻഡ് മാപ്പ് ആണ്. മൈൻഡ് മാപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ അവരുടെ എന്തെങ്കിലും ചാർട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠനത്തിന്റെ എന്തെങ്കിലും സെന്റൻസ് മഗ്ഗപ്പ് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ടെങ്കിൽ ആ മഗ്ഗപ്പ് ചെയ്യേണ്ട കണ്ടന്റുകൾ വേർഡ്സിനെ ഒരു ഹ്യൂമൻ ആയിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുട്ടിയെ കൺസിഡർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ യാത്ര പോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഒരു മൈൻഡ് മാപ്പ് നിങ്ങളത് വരച്ചു വെക്കണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് സെന്റൻസുകൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ ഇങ്ങനത്തെ ഓരോ ചിത്രങ്ങൾ പിക്ചറൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പിക്ചറിനെ നിങ്ങൾക്ക് സെന്റൻസ് ആയി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ പിക്ചറിനെ പെട്ടെന്ന് മെമ്മറി ഡാറ്റ ആയി കൺവേർട്ട് ചെയ്യാൻ ഈസിയാണ്, പക്ഷെ ഒരു സെന്റൻസിനെ മെമ്മറി ആയി കൺവേർട്ട് ചെയ്യാൻ ഈസി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെമ്മറിയിൽ എടുത്തു വെക്കേണ്ടത് ഒരു മൈൻഡ് മാപ്പോ ഒരു പിക്ചറോ ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ പിക്ചറിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പിക്ചറിൽ നിന്നും നിങ്ങൾക്ക് പ്രോസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെന്റൻസ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. ആ രീതിയിലേക്ക് നിങ്ങൾ പിക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പിക്ചർ പോലെ തന്നെയാണ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രോസസ്സിനെ നിങ്ങൾ സ്റ്റോറി ആക്കി മാറ്റുക. ഈ പിക്ചർ പോലെ തന്നെയാണ് ആ സ്റ്റോറിയും പിക്ചറും ഒന്നും കമ്പൈൻഡ് ആണ് ആക്ച്വലി. ഇതിൽ നിന്നുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആൻസർ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിലുള്ള പാഠങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത്. നാലാമതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടീച്ചിങ് കൺസെപ്റ്റ്. അതായത് നിങ്ങളുടെ മുമ്പിൽ ഒരു കുട്ടിയുണ്ട്, ആക്ച്വലി നിങ്ങളെക്കാൾ അറിവ് കുറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെ ആ സമയത്തും ഇത് കൺവേർഷൻ ഭയങ്കരമായിട്ടുള്ള ഈസി ആയിട്ടുണ്ടായിരിക്കും. സോ ഈ 4-ൽ-അധികമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ടിപ്പോ കാര്യങ്ങളോ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടായിരിക്കും. ഇനി രണ്ടാമതായിട്ട് വന്നിട്ടുള്ള നമ്മളെ കാര്യം കൺസോൾട്ടേഷൻ. ആക്ച്വലി കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മെമ്മറി ആക്കി മാറ്റി വെച്ചിട്ടുള്ള സാധനങ്ങൾ ന്യൂറോണുകൾക്ക് ഇടയിലുള്ള സിനാപ്റ്റിക് ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും, അവിടെ ആയിരിക്കും ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കല്. ഈ ഗ്യാപ്പിനെ കുറച്ചുകൊണ്ട് ഈ ന്യൂറോണുകളെ സ്ട്രെങ്തൻ ആക്കുക എന്നുള്ള ജോലിയാണ് കൺസോൾട്ടേഷൻ പ്രോസസ്സിൽ ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നന്നായി ഉറങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ നന്നായി റിലാക്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ റിലാക്സ് ചെയ്യുക എന്ന് പറയുമ്പം ഇതിൽ പ്രധാന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പാഠം പഠിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്ന ഒരു 10 സെക്കൻഡ് നിങ്ങളൊരു ടോപ്പിക്കിനെ പഠിച്ചു കഴിഞ്ഞാൽ 10 സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് കൊടുക്കുക നിങ്ങളുടെ മൈൻഡിലിട്ട്. ഇതിന്റെ കാരണം, നിങ്ങളൊരു ടാസ്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ടാസ്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ടാസ്കിനെ ക്ലോസ് ചെയ്യും. എന്നിട്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രോസസ് എന്തായിരിക്കും, റൈറ്റ് ക്ലിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് റീഫ്രഷ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫോൺ ആണെന്നുണ്ടെങ്കിലോ നിങ്ങൾ ലോക്ക് ചെയ്തിട്ട് ഒന്ന് അൺലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അതിലുള്ള കംപ്ലീറ്റ് ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എന്താണ്, നിങ്ങളുടെ ആ ഒരു ഡിവൈസിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ ഡിവൈസുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തലച്ചോറിന്റെ ഒരു പ്രവർത്തനത്തിൽ നിന്നും മറ്റൊരു പ്രവർത്തനത്തിലേക്ക് കടക്കുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ്, ഒരു ഐ ക്ലോസ് ആൻഡ് ഐ ഓപ്പൺ എന്ന് പറഞ്ഞ രീതിയിലേക്കുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആകുന്ന
മറ്റു പ്രവർത്തികളിലേക്ക് ഈ ചെറിയ ഗ്യാപ്പിൽ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരിക്കും. ഐ മീൻ ലൈക്ക് സംതിങ് ലൈക്ക് സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ അതിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കല്. അപ്പൊ അതുവരെ പഠിച്ച കാര്യങ്ങൾ തലച്ചോറിന്ന് മറക്കുകയും ചെയ്യും. ഇനി വരാൻ പഠിക്കുന്ന കാര്യങ്ങളിൽ തലച്ചോറ് കയറുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ 10 സെക്കൻഡ് കണ്ണടച്ച് വെക്കുക, റെസ്റ്റ് ചെയ്യുക, ദെൻ 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ടോപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ട കൺസൾട്ടേഷൻ പൗസിന് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് പിന്നെ നിങ്ങൾ ഉറക്കം പ്രോപ്പർ ആയിരിക്കണം. ഒരു ദിവസം ഒരു മനുഷ്യന് ഉറങ്ങേണ്ട കണക്ക് എത്രയാണോ ആ കണക്ക് ഉറക്കം റെഡി ആവുന്നുണ്ട്, അതും ഒറ്റ സ്ട്രെച്ചിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ ഓർമ്മകളെ അടുക്കി വെച്ച് ചിട്ടയായി നിൽക്കാൻ സഹായിക്കും. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ദ റിട്രൈവൽ ആണ്. ആക്ച്വലി ഈ റിട്രൈവലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ, അതായത് നിങ്ങൾക്ക് എല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പഠിച്ചതാണ്, പക്ഷെ ആ ഒരു സ്ട്രെസ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിന് തുടക്കം കിട്ടുന്നില്ല. ഈ ഒരു പ്രശ്നമായിരിക്കും നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കല്. അത്തരം സിറ്റുവേഷനിൽ ഇത് എന്തുകൊണ്ട് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞ പ്രകാരം ന്യൂറോൺസുകളിടയിലുള്ള ഗ്യാപ്പുകളും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ കൺസോൾട്ടേഷൻ ഫേസിൽ ഇതിന്റെ ഗ്യാപ്പുകളുടെ സ്ട്രെങ്ത് കൂട്ടിയിട്ട് അത് സിംഗിൾ പാത്വേ, ന്യൂറോണൽ പാത്വേ പ്രോപ്പർ ആക്കി മാറ്റിയിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറിയുടെ സ്റ്റോറേജും അതുപോലെ തന്നെ അതിന്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് പ്രോപ്പറായിട്ടും നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ 100% എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സാധനം ഉപയോഗപ്പെടേണ്ട സമയത്ത് എടുത്ത് ഉപയോഗിക്കണം. അവിടെയാണ് നെക്സ്റ്റ് പാർട്ട് വരുന്നത്. ഇനി കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, പിക്ചറൈസ് മാനറിൽ പറയുകയാണെങ്കിൽ, ഒരു പാത്രത്തിൽ ആണ് നിങ്ങളുടെ മെമ്മറി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ നമ്മുടെ ന്യൂറോണുകൾ എടുത്തു വെക്കും. ദെൻ അതിനെന്ത് ചെയ്യും, ഈ പറഞ്ഞ പ്രകാരം തന്നെ ഒരു സ്ട്രോങ് ബോണ്ട് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഓരോന്ന് അതിന് മുകളിൽ നിങ്ങൾ അടുത്ത ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും, സ്ട്രോങ് ആയിട്ടുണ്ട്. ദെൻ അടുത്തത് വീണ്ടും നിങ്ങൾ പഠിച്ചു, അത് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ലെവലുകളായിട്ട് നിങ്ങളിങ്ങനെ പഠിച്ചു വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഈ പറയുന്ന രീതിയിലേക്ക് തന്നെ എൻകോഡിങ്ങും പ്രോപ്പറാണ്, ദെൻ കൺസോൾട്ടേഷനും പ്രോപ്പറാണ്, പ്രോബ്ലംസ് ഇല്ല, അത് മെമ്മറിയിലുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടണം. പക്ഷേ ഇതിന് നിങ്ങൾക്ക് ഈ പറയുന്ന മെമ്മറിയിൽ എടുത്തു വെച്ച സാധനത്തിന് നിങ്ങൾ റീകവർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇറ്റ് മേ ടേക്ക് മോർ ടൈം. അത് നിങ്ങളുടെ മുമ്പിൽ ആ സമയം ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുക എന്നുള്ളതാണ്. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻസറും കിട്ടുന്നുണ്ടായിരിക്കും. അത് സ്വാഭാവികമായി നിങ്ങൾ മൈൻഡിൽ വരുന്നുണ്ടായിരിക്കാം. ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിലോ മറ്റുള്ള ഒന്നും കിട്ടുന്നില്ല. കാരണം നിങ്ങൾക്ക് സ്ട്രെസ് വരും, പ്രീഫ്രണ്ടൽ കോർട്ടക്സിൽ ഒന്നും സാധനം വർക്ക് ചെയ്യില്ല. ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ റീകോള് നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഭാഗത്ത് ഇപ്പം ഈ പറഞ്ഞ പ്രകാരം തന്നെ ഈ ഒരു ഇൻഫർമേഷനിലെ ഈ ഒരു ചെറിയൊരു പോർഷൻ, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരം റെഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ് നിങ്ങളുടെ മൈൻഡിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ, ഈ റെഡിനെ നിങ്ങൾ പിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ന്യൂറോൺ പാത്വേ ഇങ്ങനെ ബെൻഡായിട്ട് കിടക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള എന്തെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ബെൻഡായി കിടക്കും. വിച്ച് മീൻസ് ഇതിനെ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, റീകോൾ ചെയ്ത വ്യക്തിയുടെ തലച്ചോറിൽ മെമ്മറി എടുത്തു വെച്ചിട്ടുള്ളത് ഏതാണ്ട് ബോയിൽ ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാം മിക്സ് ആയിട്ട് എല്ലാ ഭാഗത്തും എല്ലാം കിട്ടുന്ന രീതിയിലേക്കായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കല്ലേ. സോ ഈ ഭാഗത്തുള്ള ഏത് ന്യൂറോൺസിൽ കിടക്കുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കാം. ഇവിടെ നിന്ന് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ന്യൂറോൺസിൽ നിന്നുള്ള റീപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഗുണം. ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ മുകളിലത്തെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം, താഴ്ഭാഗത്ത് ആദ്യം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. ഇനി ഇവിടെ റീകോൾ ചെയ്യുന്ന ഒരുപാട് മെത്തേഡുകൾ ഉണ്ടായിരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കാം. ഇത് എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ പ്രകാരം തന്നെ ഇവിടെ നിങ്ങളൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ആക്ച്വലി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ബോർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പറിലോ നിങ്ങളുടെ കയ്യിൽ എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് കുറച്ച് ടഫായി തോന്നുന്ന ചെറിയൊരു സാധനങ്ങൾ ഫ്ലാഷ് കാർഡ് പോലെ എഴുതി വെക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളം കയ്യിൽ എഴുതി വെക്കുന്നത് നല്ലതല്ല, എന്നിരുന്നാലും എന്തെങ്കിലും ചെയ്യുന്ന സംഭവപ്രകാരം ഉള്ളം കയ്യിൽ വെക്കാം. അപ്പോൾ ഈ നമ്മുടെ ഒരു ഫിലിമിൽ മോഹൻലാൽ കൈമിൽ എഴുതി വെക്കുന്നുണ്ടല്ലോ, അത് പ്രകാരം ഉള്ളം കയ്യിൽ എഴുതി വെക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് കിട്ടുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ആ വേർഡിങ്സ് മാത്രം എന്ത് ചെയ്യാം, അത് എഴുതി വെക്കാം. ഇത് റീകോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന വേർഡ്സിനെ നിങ്ങൾ നോക്കുമ്പോൾ ആ സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന ന്യൂറോൺ ഉണ്ടാവല്ലോ, അത് ഇളകാൻ സാധ്യതകളുണ്ട്. ഐ മീൻ ഈ പറയുന്ന
ടോപ്പിക് ഉണ്ടല്ലോ, ഈ പറയുന്ന രീതിയിൽ തന്നെ ABC എന്ന് പറയുന്ന സാധനമാണ് നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. ABC എന്ന് പറയുന്ന സാധനം അടങ്ങിയിട്ടുള്ള നിങ്ങൾ പഠിച്ച ടോപ്പിക് എന്നുള്ളത് ഏറ്റവും താഴ്ഭാഗത്ത് എഴുതുന്ന ഈ ഭാഗത്താണ്. അതാണ് ഈ ഭാഗത്താണ് ABC കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ABC എവിടുന്ന് വന്നു, അത് ഏത് ടോപ്പിക്കാണ്, എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചെടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ബെൻഡായിട്ട് താഴെ അടിഞ്ഞുകൂടി കിടക്കുന്ന സാധനം എന്ത് ചെയ്യും, ഇത് മുകളിലോട്ട് പിക്ക് ചെയ്യും. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇളക്കം വരും. ഇങ്ങനത്തെ ഓരോ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കിൽ നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് കാർഡിന്റെ ഉപയോഗം അതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഈ ഒരു പാത്രം പോലെ ആക്കാൻ വളരെയധികം ഈസി ആയിരിക്കും. അതുപോലെ റീകോളിന്റെ മറ്റൊരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ റീകോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ ഫ്ലാഷ് കാർഡ് മുഖാന്തരം കാണുന്ന ചില ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് റിവാർഡ് സിസ്റ്റം വർക്ക് ചെയ്യും. മുന്നേ പറഞ്ഞ പ്രകാരം തന്നെ ഡോപ്പമിൻ എന്ത് ചെയ്യും, നന്നായിട്ട് റിലീസായി. ഇത് ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് എൻജോയബിൾ ആകുകയും ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാനുള്ള കോൺഫിഡൻസ് കൂടുകയും ചെയ്യും. ഇത് കാരണമായിട്ട് നമ്മൾ ഈ പറയുന്ന എൻകോഡിംഗ് ഭാഗമായിട്ടുള്ള ഹിപ്പോ ക്യാമ്പസും അതുപോലെ തന്നെ പ്രീഫ്രണ്ടൽ കോർട്ടക്സും ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകും. ഇത് പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് റീകോൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം കഴിഞ്ഞ് റീകോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിച്ച് സംഭവിക്കും. ഐ മീൻ നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരം തന്നെ നിങ്ങൾക്ക് ഈ ഫ്ലാഷ് കാർഡും ഉപയോഗിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഡോപ്പമിൻ റിലീസ് നല്ലവണ്ണം കുറയും, റിവാർഡ് സിസ്റ്റം കുറവായിരിക്കും. ഇത് കാരണമായിട്ട് നിങ്ങളുടെ ബ്രെയിനിന്റെ ഫങ്ഷനാലിറ്റീസ് നല്ലവണ്ണം കുറവായിരിക്കും. ഇത് കാരണമായിട്ട് തന്നെ എൻകോഡിംഗ് പ്രോസസും പ്രോപ്പർ ആവില്ല, ഈ പറഞ്ഞ പ്രകാരം കൺസോൾട്ടേഷൻ പ്രോപ്പർ ആവില്ല. വിച്ച് മീൻസ് ഹിപ്പോ ക്യാമ്പസ് ഡിപ്രസ്ഡ് സ്റ്റേജിലായി മാറും, പ്രീഫ്രണ്ടൽ കോർട്ടക്സും ഡിപ്രസ്ഡ് സ്റ്റേജിലായിട്ട് മാറുന്നുണ്ടായിരിക്കും. സോ റീകോളിംഗ് ഒരു ഇമ്പോർട്ടന്റ് ടൂളാണ്. ഇനി അവസാന പോയിന്റ് ആയിട്ടുള്ള ഫോക്കസ് ആൻഡ് അറ്റൻഷൻ. ഈ ഫോക്കസ് ആൻഡ് അറ്റൻഷന് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് കൂടുതലും റിട്രൈവൽ വരുന്നുണ്ട്, ദെൻ എൻകോഡിങ് വരുന്നുണ്ട്. കൺസോൾട്ടേഷനിൽ നിങ്ങൾ ഫോക്കസും റിട്രൈവലും വേണ്ട, ഫോക്കസും അറ്റൻഷനും വേണ്ട എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അറ്റൻഷൻ പൊമോഡോറോ മെത്തേഡാണ് ആക്ച്വലി. ഇത് 30 മിനിറ്റിന്റെ ഒരു ടൈം മാനേജ്മെന്റ് മെത്തേഡാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന ടോപ്പിക്, ആ ടോപ്പിക്കിനെ 25 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പഠിച്ച് കഴിയും എന്ന രീതിയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ടോപ്പിക് എടുക്കുക. ആ ടോപ്പിക്കിനെ 25 മിനിറ്റ് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈമർ ഉപയോഗിക്കാം. 25 മിനിറ്റ്സ് ടൈം സെറ്റ് ചെയ്യുക. ഐ മീൻ 30 മിനിറ്റ്സിൽ 25 മിനിറ്റ്സ് ആ സമയത്ത് അലാറം അടിക്കുന്ന പോലെ രീതിയിലേക്കുള്ള ടൈം സെറ്റ് ചെയ്യാം. ദെൻ ദർ ഇസ് നോ ഡിസ്ട്രാക്ഷൻ. ഒരു കോൾ വന്നാലോ ഒരു മെസ്സേജ് വന്നാലോ ഒരാൾ വിളിച്ചാലോ ഒന്നും എടുക്കാത്ത രീതിയിലേക്കുള്ള ഒരു 25 മിനിറ്റ്സിന്റെ കംപ്ലീറ്റ് വർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ടോപ്പിക്കിൽ കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ വർക്ക് ഫിനിഷ് ചെയ്യാം. ദെൻ ടൈം റിങ് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾ അത് തന്നെ ഫോക്കസ് ചെയ്യാം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ടോപ്പിക്കിൽ തന്നെ കംപ്ലീറ്റ്ലി നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. ദെൻ ആ ടൈമിങ് 25 മിനിറ്റ്സ് കഴിഞ്ഞ് ദെൻ 5 മിനിറ്റ്സ് നിങ്ങൾ റിലാക്സ് ചെയ്യുക. മറ്റൊന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് ഐ ക്ലോസ് ദെൻ ഐ ഓപ്പൺ, റിലാക്സ് ചെയ്യുക. നിങ്ങളായിട്ടൊന്നും ചിന്തിക്കേണ്ട, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സാധനങ്ങൾ മാത്രം നിങ്ങൾ ആലോചിക്കുക. ദെൻ കണ്ടിന്യൂ 4 ടാസ്ക്. ഐ മീൻ ഈ പറയുന്ന രീതിയിലേക്ക് തന്നെ 4 ടാസ്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഐ മീൻ ഇറ്റ് മേ ടേക്സ് 2 hour. 2 മണിക്കൂർ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ റിലാക്സ് ആകുക എന്നുള്ളതാണ്. ഈ 30 മിനിറ്റ് എഫക്റ്റ് കിട്ടുന്ന സാധനങ്ങൾ ചെയ്യരുത്. ഇപ്പോൾ ബോയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ചായ കുടിക്കുക എന്ന് പറയുമ്പോൾ നല്ലതാണ്, അവർക്ക് എനർജി കിട്ടാൻ നല്ലതാണ്. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ഡോപ്പമൈൻ കൂടുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തികൾ നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ ലെവലിലുള്ള ഡോപ്പമൈൻ കിട്ടുന്ന കാര്യം മാത്രം ചെയ്താൽ മതി. ഇവിടെ 15 to 30 മിനിറ്റ്സ് റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളുമായിട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായിട്ടോ സംസാരിക്കാം, അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാം. നിങ്ങളുടെ ചുറ്റുഭാഗങ്ങൾ നടക്കാം, ഒന്ന് നടന്നു വരാം. ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ബ്ലഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുമ്പം എല്ലാ പ്രവർത്തികളും നോർമലാവും. അത് നമുക്ക് ഡോപ്പമിൻ റിലീസ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും ചെയ്യും. അപ്പം ഇതാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മുമ്പ് പറഞ്ഞ പ്രകാരം ചെറിയ ന്യൂറോണായിട്ടും അത് സ്ട്രോങ് ബോണ്ടായിട്ടും അത് റിട്രൈവലായിട്ട് നിങ്ങളുടെ ഫ്രണ്ടൽ കോർട്ടക്സിലേക്ക് വരികയും ചെയ്യും. ഏത് ക്വസ്റ്റ്യനും ഏത് സമയത്തും നിങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. സോ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇനി ഈ പറയുന്ന ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ബ്രെയിനിൻ്റെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ളതും ന്യൂറോൺ ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ളതും പ്രോട്ടീനാണ് കൂടുതലും വേണ്ടത്. അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ പ്രോപ്പറായി നടക്കുക വേണം. ഇതിനാവശ്യമായുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുകയും ചെയ്യും. ഓക്കെ, ഇത് മുന്നിൽ വെച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് പഠിക്കുക, എക്സാം എഴുതുക, വിജയിക്കുക. താങ്ക് യു.